ഞാൻ ആദ്യമായിട്ടാണ് ആലിസ് സ്പ്രിംഗ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു സ്നേഹം, ഒത്തൊരുമ ഒരിക്കലും മറക്കാനാകാത്ത അല്ലേ. ഇവിടെ ഫുഡാണേലും ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കേണ്ടതില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വന്ന് ഓർക്കുന്നുണ്ടോ? 4 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ജെഫ് റെസ്റ്റോറൻറ്റ് നമ്മുടെ വെൽക്കം ടു ആലിസ് സ്പ്രിംഗ്. അപ്പോൾ അടുത്ത ആലിസ് സ്പ്രിംഗ് ഏരിയയിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. അപ്പോൾ ബോബി നമ്മുടെ ഉണ്ട്. ബോബി, ഇവിടെ ഒരു എയർപോർട്ടുള്ളത്, നിങ്ങൾ ആലിസ് സ്പ്രിംഗ് എയർപോർട്ട്. നിങ്ങൾ സാധാരണ പോകുന്നത് നമ്മൾ ഡാർവിനൊക്കെ ആയിരിക്കും പോകുന്നല്ലേ അല്ലേ? നാട്ടിൽ പോകാനായിട്ട് അഡ്ലൈഡ് വഴി പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആലിസ് സ്പ്രിംഗ് ഗ്രേവ്യാർഡ് എന്ന് പറയും. അതായത് ഫ്ലൈറ്റുകളുടെ കുറേ പഴയ ഫ്ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉപയോഗശൂന്യമായ ഫ്ലൈറ്റുകളൊക്കെ, അതൊന്ന് കാണിക്കാൻ പറ്റിയല്ലേ? അത് നമുക്ക് ഉള്ളിൽ കയറി കാണാമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിലും പുറമേ നാളെ കണ്ടാൽ മതി. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് ഇവിടുന്ന് കൊണ്ടുപോയി. ഓക്കെ. കോവിഡ് സമയത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അധികം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയാലോ? ആയിക്കോട്ടെ. ഇതാണ് ആലിസ് സ്പ്രിംഗ് എയർപോർട്ടിലുള്ള വഴി അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് നിങ്ങളുടെ ഫ്ലൈറ്റിനൊക്കെ ഡൊമസ്റ്റിക് ഒന്നിൽ അഡലൈഡിനോ അല്ലെങ്കിൽ ഡാർവിനൊക്കെ ഇറങ്ങുന്നത്. തിരക്കൊന്നുമില്ലല്ലോ, കാരണം ഡൊമസ്റ്റിക് ആയതുകൊണ്ടായിരിക്കും. തിരക്കില്ലാത്ത സാധാരണ അത് നമുക്ക് ചെറിയ തോതിൽ കാണാൻ പറ്റും. അവിടെ ഈ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പഴയ ഫ്ലൈറ്റുകൾ അടുക്കി ഇട്ടേക്കുന്നത് അവിടെ ഒത്തിരി കൊണ്ടുപോകാൻ തോന്നി ഇവിടെ അല്ലേ? ഇവിടെ നിന്നെല്ലാം പോയി. കുറച്ച് ഫ്ലൈറ്റ് കുറച്ച് മാത്രമേ ഉള്ളൂ അവിടെ. അതെല്ലാം പഴയ ഫ്ലൈറ്റുകളല്ല കിടക്കുന്നത്. അത് ആക്ച്വലി പഴയ ഫ്ലൈറ്റുകളല്ല. തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന്, അതായത് മറ്റുള്ള എയർപോർട്ടിനേക്കാൾ വളരെ ചീപ്പായിട്ട് ഫ്ലൈറ്റുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റണ്ണിങ് അല്ലാത്തതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ പഴയ ഫ്ലൈറ്റുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആക്കും. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ, അപ്പോൾ എയർപോർട്ടിന് ഫീസ് കുറവാണെന്ന് തോന്നുന്നു. മറ്റുള്ള എയർപോർട്ടുകൾക്ക് ഭയങ്കരമായിട്ട് അതിന്റെ പാർക്കിംഗ് ചാർജ് കൊടുക്കും. അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ചെറിയ ഫ്ലൈറ്റുകൾ കുറെ കിടക്കുന്ന സ്ഥലങ്ങളല്ലേ? ഈ ഫ്ലൈയിങ് ഡോക്ടേഴ്സ്, കമ്മ്യൂണിറ്റിക്കുള്ള സാധനങ്ങൾ, കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന ആളുകൾ, ഇതെല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചാർട്ടേഡ് ആയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുന്ന ഒരു ഫ്ലൈറ്റുകളെല്ലാം കിടപ്പുണ്ട്. സെഷന ഫ്ലൈറ്റുകൾ പഠിപ്പിക്കുന്നത് അതൊക്കെ കാണുമായിരിക്കും. അതുണ്ട്, അതെല്ലാം ഉണ്ട് ഇവിടെ. ആലിസ് സ്പ്രിംഗ് മെയിൻ എയർപോർട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ തിരക്കുള്ളൂ. ആലിസ് സ്പ്രിംഗ് അറൈവൽസ് ആൻഡ് ഡിപ്പാർച്ചർ. ഇപ്പം നോക്കുമ്പോൾ ഒരു മനുഷ്യർ പോലും ഇല്ല. മെൽബൺ ഫ്ലൈറ്റ് ഒക്കെ വരും. അപ്പോൾ തിരക്കാകും. എല്ലാവരും വന്ന് പിക്ക് ചെയ്യാൻ വരും. കറക്റ്റ് ടൈം നോക്കി. ടൂറിസ്റ്റുകളും ടൂറിസ്റ്റുകളും ഉണ്ട്. ഇപ്പൊ ടൂറിസ്റ്റ് സീസണാണ്. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആലിസ് സ്പ്രിംഗ് എയർപോർട്ട് കണ്ടില്ലേ? അതെ, നമ്മളൊക്കെ അവിടെ കാണുമ്പോൾ കുറേ ഫ്ലൈറ്റുകൾ അവിടെ നമുക്കിങ്ങനെ കിടക്കുന്നത് കാണാം. അതാണ് നമ്മുടെ ഗ്രേവ്യാർഡ്. ഫ്ലൈറ്റിൻ്റെ ഒത്തിരി ഫ്ലൈറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ബോബി പറഞ്ഞു. പക്ഷേ ഇപ്പം അവിടെ അത്രയും ഫ്ലൈറ്റുകളില്ല. കുറേ കൊണ്ടുപോയി അവരെ ഇങ്ങനെ പാർക്കിംഗ് ഫീസൊക്കെ കുറവായതുകൊണ്ട് അവർ കുറേ ഫ്ലൈറ്റുകൾ ഉപയോഗശൂന്യമായും അല്ലാത്തതൊക്കെ ഫ്ലൈറ്റുകൾ അവിടെ കൊണ്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പം ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടല്ലേ? ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് മെയിനായിട്ടുള്ളത്? ഇവിടെ കാലാവസ്ഥ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ മാതിരി മഴക്കാലം എന്ന് അല്ലെങ്കിൽ ഓട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. മഴ വളരെ മഴ റെയറാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി ഒക്കെ മഴക്കാലം എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഇന്നലെ ലാസ്റ്റ് 2 ദിവസം മുമ്പ് മഴയുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് കാലത്തുള്ള ഒരു മഴ. ഇനി മഴ ഇല്ലാന്ന് തോന്നുന്നു. തണുപ്പ് തുടങ്ങുക. തണുപ്പ് വന്നാൽ നല്ല അടിപൊളി തണുപ്പ്. നല്ല തണുപ്പും ചൂട് വന്നാൽ നല്ല ചൂടും.
ഇത് ഒരു മിക്സർ വെതർ എന്ന് പറയാൻ പറ്റിയല്ല. പറ്റിയല്ല. തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മൾ പ്രിഫർ ചെയ്ത ചൂടാണോ തണുപ്പാണോ? ബേസിക്കലി എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പല്ല ഇഷ്ടം, ചൂടാകുമ്പോ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ മതി, വീട്ടിൽ AC ഇട്ടിരിക്കാം. അല്ലെങ്കിൽ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവാപറേറ്റ് കൂളിംഗ് സിസ്റ്റം, അത് ഇവിടെ മാത്രമേ, ഹ്യൂമിഡ് ഇല്ലാത്തടത്ത് മാത്രമേ. ഇവിടെ ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ, ഡ്രൈ ഹ്യൂമിഡ് ഒട്ടുമില്ല, നമ്മൾ വേർക്കുകയല്ല ഇവിടെ. ഇത് എത്ര ചൂടാണെങ്കിലും നമ്മൾ വേർക്കുകയല്ല. അപ്പൊ ഈ ഇവാപറേറ്റ് കൂള് അത് വീട്ടിലെ എല്ലാ മിക്ക വീടുകളിലും അതാ, AC-നേക്കാൾ കൂടുതലുള്ള ഒരു സംഭവം അതാ. അത് ഫുൾ ടൈം ഓൺ ആയിരിക്കും ചൂടുകാലായി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു മിനിമം ചൂടില്ലാതിരിക്കും വീടിന്റെ അകത്ത്. അപ്പൊ ചൂടുകാലാകുമ്പോ അധികം പേരും പുറത്തൊന്നും ഇറങ്ങത്തില്ല. അപ്പൊ ഒരു 2 മാസം 3 മാസം ഇവിടെ ശരിക്കും നവംബർ ഒരു പകുതി കഴിയുമ്പോ തൊട്ട് ഡിസംബർ ജനുവരി നല്ല ചൂടാ. ആ സമയത്ത് എല്ലാവരും ഇവിടുന്ന് ലീവിന് പോകും. ആ വലിയ ചൂടുകാലം അങ്ങ് ഒഴിവായി നാട്ടിൽ പോകും. അതുപോലെ സ്കൂൾ ഹോളിഡേയ്സ് ആ സമയത്താണ്. അപ്പൊ എങ്ങോട്ടെങ്കിലും പിള്ളേരുമായിട്ടൊക്കെ പുറത്തോട്ട് പോകും. അപ്പൊ കുറച്ച് ചൂടൊക്കെ അങ്ങനെ ഒഴിവാക്കി കിട്ടും. മെൽബൺ പോലെയുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ചൂടില്ല. സ്പ്രിംഗിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ആൻസാക്കിൽ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി 360 ഡിഗ്രിയിൽ കിട്ടുക എന്നൊക്കെ പറയാലേ, അതാണ്. അത് ഈ വാർ മെമ്മോറിയലാണ് ഏറ്റവും മുകളിലുള്ളത്. അവിടെ ഈ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ആൻസാക്ക് ഡേയിലൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ ആൻസാക്കിൽ അങ്ങോട്ടാണ് പോകുന്നത്. നേരത്തെ നമ്മൾ സനലെ ഓർക്കുന്നുണ്ടോ, നമ്മൾ നേരത്തെ ഈ റൂട്ട് വന്നില്ല, നമ്മൾ നടന്ന് കയറുക. ഈ പ്രാവശ്യം നമ്മൾ കാറയിലാണ് കയറുന്നത്. പക്ഷേ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. കാരണം ഏറ്റവും മണ്ടയ്ക്ക് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സിറ്റി, ഈ ആലിസ് സ്പ്രിങ് ടൗൺ, നമുക്ക് റൂറൽ ടൗൺ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓസ്ട്രേലിയൻ ആർമി പങ്കെടുത്ത വാറിൻ്റെ ഈ കാണുന്ന മുഴുവൻ ഓസ്ട്രേലിയ പങ്കെടുത്തവരെ വാറിൻ്റെ ഒക്കെ മെമ്മറീസ് അവരവിടെ വെച്ചേക്കാണ്. നേരെയല്ല പോകേണ്ടി നമുക്ക് മുകളിലോട്ടെ. അതെ, തിരിച്ചു വരുന്ന വഴി ഇതുവഴി ഇറങ്ങി വരും. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പല ഗ്യാപ്പുകളുണ്ട് അവിടെ ഇവിടെ കാണാനായിട്ട്. കാരണം ആ കാണുന്നതാണ് നമ്മുടെ ടൗൺ സെൻറ്റർ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നേരെ ആ ഹില്ലിൻ്റെ മുകളിലോട്ട് കയറാം. എന്നിട്ട് വിഫലമല്ലല്ലോ എല്ലാം പോയി. വർണ്ണശവള അവൻ പോയി. നീയാണ് അത് രക്ഷിച്ചത്. വർണ്ണശവളമായ പറയുന്നതിന് പിന്നെ ഉള്ള മലയാളം എല്ലാം മറ്റുള്ളവർ പറയാ. കാണുന്നതാണ് നമ്മുടെ ആൻസാക്ക് ഹില്ല്. ഈ താഴെ കാണുന്നതാണ് നല്ല റോഡുകളും നല്ലൊരു ഗ്രൗണ്ട്. സ്ഥലം ഇന്നാളെ നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ, ഒരു ഫുറ്റി ഓവൽ താഴെ കാണുന്നത്. അത് നല്ല മനോഹരമാണ്, അതിമനോഹരം എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതാണ് സംഭവം. ഇവിടെ നേരെ താഴെ ചാടാൻ പേടി വരുന്നു അല്ലേ. എന്തിനാ ചാടുന്നത്? എന്താ ഇവന്മാരെ തഗ്ഗടിക്കുന്നുണ്ട് നമുക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ ആലിസ് സ്പ്രിങ് ടൗൺ എന്ന് പറഞ്ഞാൽ. ആ ഗ്യാപ്പിനിടയിൽ കൂടെ ഇങ്ങനെ നമുക്ക് കാണാം നല്ല മലകളാൽ ചുറ്റപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മൾ രാവിലെ കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ട ഇതുവഴി എല്ലാ ടൂറെല്ലാം നടത്തിയായിരുന്നു. 2-3 ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. ഇച്ചിരി അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫുറ്റി ഓവൽ. ഇത് ആ കാണുന്നുണ്ടല്ലേ, നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അതും. ഇതാണ് ആ വാർ മെമ്മോറിയൽ. ഇത് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ എല്ലാ പരിപാടിയും. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മണ്ടയ്ക്ക് നിൽക്കുമ്പോഴേ ഈ ആലിസ് സ്പ്രിങ് കാണാമെന്നുള്ളതാണ്. ഇത്തിരി കുന്നിൻ്റെ മുകളിലാകുമ്പോഴത്തേക്ക്. അതെ, ഇവർ യുദ്ധത്തിൽ പങ്കെടുത്തവർ വിയറ്റ്നാം വാർ, ബോർണിയോ, മലയ, അങ്ങനെ വാറിൻ്റെ ഈ എത്ര വർഷം ഇതെല്ലാം റിമംബറൻസ് ഡേയുടെ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിമംബറൻസ്. ഇത് സെക്കൻഡ് വേർ വാർ. ഇത് ഈ കാണുന്നത് അത് അല്ലാത്ത വാറിൻ്റെയൊക്കെ ആ കാണുന്നത് അല്ലേ അവിടെ മലയ, അങ്ങനെ പല വാർ. ഇതാ താഴ്ത്തു നോക്കി, വളരെ മനോഹരമാണ്, അതിമനോഹരം എന്ന് നമ്മൾ പറയും. കോൾസ് ഉണ്ട്, മാക്ക് ഉണ്ട്, പിന്നെ അവിടെ വൂൾവർത്ത് ഉണ്ട്. അതാണ് അവർ ലേഡി ഓഫ് ദ സീക്രട്ട് ഹാർട്ട് കാത്തലിക് കോളേജ് അവിടെ കാണാം. അത് നമ്മൾ മുമ്പേ രാവിലെ പോയ ഒരു ചർച്ചാണ് ആ കാണുന്നത്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ആലിസ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻസാക്കിലൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴോട്ട് നമ്മുടെ രാവിലെ അങ്ങനെ പ്രമോദിൻ്റെ ഹോട്ടലിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും അല്ലേ. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അദ്ദേഹം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാലി സ്പ്രിങ്ങിന്റെ ആ ഭംഗി എന്ന് പറയുന്നത് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതെ ഇത്രേ ഉള്ളൂ. ഈ ഇവൻ സംഭവം മുകളിൽ നിന്ന് കണ്ട ഭാഗം. അതെ അതെ, നമ്മൾ ഈ മുകളിൽ നിന്ന് കണ്ട ഭാഗം, പിന്നെ അപ്പുറത്തോട്ട് പോയ സിംസൺ ക്യാപ്പ് അല്ലേ, അങ്ങനെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു നഗരം. ആലി സ്പ്രിംഗ് വന്നേക്കാണ്. ആലി സ്പ്രിംഗിൽ ടൗൺ സെന്റർ എന്ന് വേണേൽ പറയാം അല്ലേ. സൺലേ ഓർക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു കട, നമ്മുടെ ഇന്ത്യൻ ഷെഫ്. ആ ആളെ നിൽക്കുക വേണ്ടേ. എന്നാണ് നമസ്കാരം, ഓർമ്മയുണ്ടോ ഈ മുഖം? എന്നെ രാവിലെ ബിസിയാന്ന് തോന്നില്ല. കെഞ്ചി പോയല്ലേ? പ്രമോദ് അല്ലേ? ആ പ്രമോദ് എന്നെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു. എന്നാണ്ട് വിശേഷമൊക്കെ? രാവിലെ ബിസിയാണോ റെസ്റ്റോറൻ്റ് ഒക്കെ? ആണല്ലേ. നിങ്ങൾക്ക് അവിടുത്തെ ആ കട എപ്പോഴും ഉണ്ടോ? ഓക്കെ, നമുക്കന്ന് കയറി കാണണമല്ലോ അതല്ല. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വന്ന് ഓർക്കുന്നുണ്ടോ 4 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ജെഫ് റെസ്റ്റോറൻറ്റ്, നമ്മുടെ പ്രമോദിൻ്റെയും ജോർജിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇത് ആരാണ് നമ്മൾ ആദ്യമായിട്ട് വീടിക്കാൻ വരിക? എന്റെ പേര് എൽജോ ആണല്ലേ. എന്നാ എത്ര നാളെ ആലി സ്പ്രിംഗ് വന്നിട്ട്? 3 വർഷം. 3 വർഷം വരെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ആണല്ലേ. ഫാമിലി ആയിട്ടാണോ? ഓക്കെ. എന്താ ഇവിടെ ഇന്നിപ്പോ ഫുഡൊക്കെ എന്നാ സംഭവങ്ങളുള്ള ഇവിടെ? ഇത് ബൊഫേ ആണെന്ന് തോന്നുന്നല്ലേ? ആക്ച്വലി 5 ബൊഫേ ആണ്. നമുക്ക് ഒരു നോൺ വെജും ഒരു വെജും. $16 കണ്ണത്ത് റൈസ് ചൂസ് ചെയ്യാം. കൂടുതലും ഓഫീസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബെസ്റ്റ് ആണല്ലേ. കാരണം ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തന്നെ കുറേ സംഭവങ്ങളൊക്കെ. അവരെ കാണാൻ സാധിച്ചില്ല, എങ്കിലും വളരെ സന്തോഷം ഇതിലേക്കത്തെ വന്നിട്ട് കേട്ടോ. താങ്ക് യു. നമ്മുടെ പ്രമോദിൻ്റെ ഒക്കെ കടയിലെ കുറച്ച് ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ടയും ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന കൂടെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഈ പ്രമോദിന് ഇവിടുത്തെ ഈ മാംഗോ ലസ്സി അടിപൊളി സാധനം അല്ലേ? അത് വെച്ചാൽ ഉണ്ടാക്കാറില്ല, അത് കിടുവാറുണ്ടാക്കാം അല്ലേ? കിട്ടിയ സാധനം അല്ലേ? നമ്മളൊരു ഈ ചൂടത്തൊക്കെ നല്ല ബെസ്റ്റ് സാധനം അല്ലേ? ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അതെ അതെ. ഈ ബേക്കറി അല്ലേ കേക്ക്സ് ഫോർ യു. ഈ ബേക്കറി ഒരു ഉഴവൂരുകാരൻ്റെ ആണ്, സ്റ്റീഫൻ. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേക്ക്സ് ഫോർ യു ആൻഡ് ബേക്കറി, കേക്ക്സ്, കോഫി, പായ്സ്, ജ്യൂസ്, എല്ലാ സംഭവങ്ങളുണ്ട്. അദ്ദേഹം അകത്തുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം. സ്റ്റീപ്പായ ഇവിടെ കാണുമോ? കിടു ബേക്കറി ആണല്ലോ, അടിപൊളിയാണല്ലോ. ആരുമില്ല ഇവിടെ? നല്ല പേസ്ട്രിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ, സൂപ്പറാണല്ലോ. അപ്പോൾ അതേ നമ്മുടെ ബേക്കറി വന്നേക്കാണ്. ബേക്കറിയുടെ സ്റ്റീഫൻ ആണ്. സ്റ്റീഫ ഒരു ഹായ് പറഞ്ഞേ. സ്റ്റീഫൻ ഇവിടുത്തെ മെയിൻ ബേക്കറാന്ന് തോന്നുന്നു അല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. നാട് ഉഴൂരാണ് വീട്. ഇവിടെ വന്നിട്ട് 8-9 മാസമായി. അതിന് മുമ്പ് UK-ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തോണ്ടാണ് ഇച്ചിരി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇനിയും വരും. റീഫിൽ ചെയ്തോണ്ടിരിക്കുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ. എൻ്റെ ഉഴൂരാണ് നാട്. നമ്മളിവിടെ 5 കൊല്ലം വന്നിട്ട് തുടങ്ങിയതാണ് കട. അതെ അതെ. അല്ല എനിക്ക് 2 സ്റ്റാഫുണ്ട് വേറെ, പിന്നെ എനിക്ക് 2 പാർട്ട്ണർമാരുണ്ട്. അവരിവിടെ ഇല്ല, അവരിവിടുന്ന് മൂവ് ചെയ്തു. ഓ നന്നായിട്ട് ഉണ്ട്. കോഫി ഉണ്ട്, കേക്ക് ഉണ്ട്. പിന്നെ മെയിനായിട്ട് കേക്കാണ്. കേക്ക് ചെയ്യും. അതെ അതെ. ഇത് നിങ്ങൾ ഇന്ന് രാവിലത്തെ ഓർഡർ വല്ലതും ഉണ്ടോ? അടിച്ചു വെക്കുക അല്ലേ? ഇതെന്നാ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? വാനില കേക്ക് അല്ലേ? ഓക്കെ. ഇത് എന്നാ സ്റ്റീവ ഉണ്ടാക്കുന്ന ഇത് എന്നാ കേക്ക് ഉണ്ടാക്കുന്ന സംഭവം? ഇത് ക്രീം കേക്ക് അല്ലേ? ഇത് നമ്മുടെ ക്രീം എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഓക്കെ. വിപ്പ് ക്രീമ് ഇനിയിപ്പം അതിന്റെ മുകളിൽ അടുത്ത ലെയർ എടുത്ത് വെക്കും അല്ലേ? വീണ്ടും വിപ്പ് ക്രീമ് തകർക്കാണ്. കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പഠിച്ചെടുക്കാൻ രസം. നല്ല അറിയാം, നല്ലൊരു മാസ്റ്റർ ഷെഫാണ്. ഇനി ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ കാണിക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഫൈനൽ പ്രോഡക്റ്റ് കാണിക്കാം.
ഇവിടെ നിങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണോ? ലോക്കൽ എല്ലാവരും ഉണ്ട്. മലയാളികളുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഇംഗ്ലീഷുകാരുണ്ട്, അബോറിജിൻസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരും. എല്ലാവരും അവർ നേരത്തെ ഓർഡർ ചെയ്യും, ഓർഡർ ചെയ്യും. അല്ലാണ്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും വന്ന് മേടിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ രാവിലെ എയർപോർട്ടിലൊക്കെ പോയി എയർപോർട്ടിൻ്റെ കുറച്ച് ഫ്ലൈറ്റും എയർപോർട്ടിന് അതുവഴിയൊക്കെ കണ്ടു തിരിച്ചു വന്നു. നമ്മൾ നേരെ പ്രമോദിൻ്റെ കടയിൽ ചെന്നു. നമുക്ക് അടിപൊളി ബിരിയാണി പുള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നാൽ കഴിച്ചു. കാരണം വെച്ചാൽ അവിടെ ഗോട്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചില്ലി ചിക്കൻ എല്ലാ സംഭവം ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് മലയാളികളുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. കോഴി ബിരിയാണി, ഒരാൾക്ക് മാത്രം കോഴി ബിരിയാണി. അപ്പോൾ അതെല്ലാവരും കഴിച്ചിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടി. വെളിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ വെളിയിലോട്ട് ഇറങ്ങും. വൈകിട്ട് നമ്മുടെ മലയാളി അസോസിയേഷൻ നമുക്ക് സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലേ? മലയാളി അസോസിയേഷൻ ഒരു സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പങ്കെടുക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇച്ചിരി ഗോട്ട് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ബിരിയാണി ഇതിലും എങ്ങനെ ബിരിയാണി ഒന്ന് കാണിച്ചേ, സൂപ്പറാണോ? അതിനൊക്കെ മാതിരി ചിക്കൻ ബിരിയാണി അതുകൊണ്ടായിരിക്കും അല്ലേ? അടിപൊളി ബിരിയാണി. എല്ലാ സാധനം എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ അല്ലേ? എന്നാ ബിരിയാണി? അത് ആട് ബിരിയാണി അല്ലേ? ചിക്കനല്ലേ? അതെ, ചില്ലി ചിക്കൻ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഗോട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വീണ്ടും വെളിയിലോട്ട് അല്ലേ? അപ്പോഴത്തേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? സിംസൺ ഗ്യാപ്പ് അല്ലേ? അതായത് ഏകദേശം നമ്മുടെ ആലിസ് സ്പ്രിംഗിൽ നിന്ന് ഒരു 20-22 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. വളരെ ഈസിയാണ് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരെ സിംസൺ ഗ്യാപ്പിനാണ്. ആ കാണുന്ന ഗ്യാപ്പാണ് സിംസൺ ഗ്യാപ്പ്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിക്കാന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാന്നാണ്, പക്ഷെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അതെ, വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ കുളിക്കാനും തയ്യാറല്ല, ചുമ്മാ. അതെ, അപ്പൊ ഈ റൂട്ട് വഴിയാണ് നല്ലതാണ്. ഈ റോക്ക് വാലാബിസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചാടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, റോക്ക് വാലാബിസ് ഉണ്ട്. സാധാരണ വാലാബിസ് നമ്മളവിടെ കാണുന്ന വാലാബിസ് അല്ല, റോക്ക് വാലാബിസ്. ഇതിന്റെ മണ്ടലൊക്കെ ചെറിയ ഇതിൽ പുത്തിനകത്തൊക്കെ ജീവിക്കുന്ന സംഭവം, ചെറിയ സാധനം. അത് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംസൺ ഗ്യാപ്പ്. ഏതായാലും നമുക്ക് സിംസൺ ഗ്യാപ്പ് വരെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാം. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു നമ്മുടെ പ്രബോധനം. നല്ല ബിരിയാണി അല്ലേ? അടിപൊളി, നല്ല ഹെവി ബിരിയാണി ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പതുക്കെ ഇറങ്ങിയത്. ഇവിടെ പാർക്കിംഗ് ആണ്. ഇതാണ് ഇവിടെ പാർക്കിംഗ് ഉള്ളത്. നാളെ സാറേ ഇതുവഴിയാണ് ഇങ്ങനെ നടന്ന് അല്ലേ? ആ ഗ്യാപ്പിന് അങ്ങോട്ട് പോയി അന്ന് ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ ചെറിയ വെള്ളമുണ്ട് അവിടെ. ഇതിലും അതുകൊണ്ടല്ലേ ഇവിടെ വരുന്നത് അല്ലേ? ആലിസ് സ്പ്രിംഗ് ഇതുവഴി നടക്കാം. പിന്നെ നല്ല കുത്തൊലിച്ച് ഈ ചില സമയങ്ങളിൽ ഈ മുകളിലൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതുവഴി ഇങ്ങനെ വെള്ളം വരുമെന്നാണ് പറഞ്ഞു. ഇതുവഴി ഈ ക്രീക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും. ഇന്ന് വരികയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഓടിക്കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളമൊന്നും പെട്ടെന്ന് വരികയില്ല. മരത്തേ കയറിയാൽ മതി. പക്ഷേ ഇതുവഴി വെള്ളം ഒഴുക്കുള്ള നല്ല നല്ല മണലുണ്ട്. അതെ, നോക്കി, നല്ല പൊടി മണലാണ്. അതെ, പക്ഷേ അത് രസമുണ്ട്. നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലമാണ് അത് കേട്ടോ. ഇതാണിങ്ങനെ അതിൻ്റെ ആ വിടവിൽ കൂടെ ഇച്ചിരി വെള്ളം വരുന്നത്. ആ സിംസൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 മലകളുടെ ഇടയിൽ ഭയങ്കര ചുമന്ന കളർ. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഇവിടെ സ്വിമ്മിങ് ഒക്കെ വെള്ളത്തിൽ അലൗഡല്ല, പക്ഷേ ചില ആൾക്കാരൊക്കെ വെള്ളമുള്ളപ്പം ഇവിടെ വന്നിങ്ങനെ ചാടാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടത് അറിയാൻ മേല. പക്ഷേ എങ്കിലും നല്ല വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. സ്വിമ്മിങ് അലൗഡല്ല സ്ഥലം അവിടെ കേട്ടോ. നോ സ്വിമ്മിങ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ കിട്ടുമോ അല്ലേ? ഭയങ്കര രസമാണ് കാണാൻ. അവിടുന്ന് ആ സൂര്യൻ ഇങ്ങനെ അടിച്ചിട്ടേ, വെയിലിങ്ങനെ അടിച്ചിട്ട് ഇവിടുത്തെ ആ കളർ മാറിയുന്നില്ല. ഭയങ്കര രസമുണ്ട്. ആ പൊളി 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 പൊളി. ഇന്നാൾ നമ്മൾ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ. പിന്നെ ബ്യൂട്ടിയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അല്ലേ, കോച്ചി പിടിക്കുന്ന തണുപ്പാണ്. അതാ വേറെ വിഷയം. ഒന്നുമല്ല, കാരണം ഇത് നമ്മൾ അസ്ഥിയെ പിടിക്കുന്ന തണുപ്പെന്ന് പറയുകയല്ലേ, അതാണ് സംഭവം. ഇവിടെ സ്വിമ്മിങ് അലൗഡല്ല. ചെറിയ വാട്ടർ ഹോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതെ അതെ സത്യം. അതുകൊണ്ട് അതെ അതെ ഐസായിട്ട് വെള്ളത്തിരിക്കണ്ട. അതെ അതെ, ഇവിടെ അതുപോലെ കോട്ട തണുപ്പാണ്. ഇന്നാൾ നമ്മൾ അവിടെ വന്നത്. ഇവിടെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഭയങ്കര രസമാണ് കാണാൻ. പക്ഷേ ഫോട്ടോ എടുക്കാനും വൈൽഡ് ലൈഫിനെ വാച്ച് ചെയ്യാനൊക്കെ പറ്റിയ സംഭവം. ഇതിന് അല്ല, ഇത് വലാബിസ്, ഈ റോക്ക് വാലാബി ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും. എൻ്റെ മടക്കോട്ട് നോക്കിയേ, ആ ചുമന്ന മണ്ണ് കണ്ടോ അല്ലേ? അതൊരു വെറൈറ്റി കേട്ടോ, ചുവന്ന മണ്ണ്.
അപ്പോൾ ഞങ്ങൾ സിംസം ഗ്യാപ്പൊക്കെ നമ്മൾ കണ്ടിട്ട് വന്നു. ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് ഈവനിങ്ങിൽ ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കളെല്ലാം കൂടി ചെറിയ ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കഴിക്കണം. എന്നിട്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. എന്നിട്ട് വേണം നാളെ രാവിലെ നമ്മൾ അടുത്ത 1100 കിലോമീറ്റർ, അതായത് കാതറിൻ, അവിടെ നമ്മുടെ സിക്കാഡ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് അരുണാണ് എൻ്റെ മാനേജർ. അപ്പം പോകുന്ന വഴി കൂടുതൽ വിശേഷങ്ങൾ. അപ്പം ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ സിംസം ക്യാപ്പൊക്കെ പോയി അല്ലേ സാറേ? അതെ. പിന്നെ ആദ്യമേ തന്നെ കുറേ പേര് നമ്മൾ ആലിസ് സ്പ്രിങ്ങിലെ നമ്മുടെ ഉറ്റമ ചങ്കിളാണ് നിൽക്കുന്നത് അല്ലേ? ഇത് പറഞ്ഞേ നമ്മുടെ ബോച്ചെ ബോബി എല്ലാവരും ബോച്ചെ എന്ന സ്നേഹത്തോട് വിളിക്കല്ലേ? അങ്ങനെ വിളിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റീഫൻ. നമ്മുടെ ബേക്കറി മനോഹരമായ കേക്കുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ കൂടി വീഴും നമ്മൾ രാവിലെ കണ്ടു. പിന്നെ ഇത് സുഭാഷ് നമ്മുടെ ഞങ്ങ, ഇത് അജോ, ജോസി. അപ്പം ഇന്നലെ പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്തിരി വേറെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു. നമുക്ക് വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതെ, ഇനി വരാനുണ്ട് ഒത്തിരി പേര്. പക്ഷേ കുറേ പേര് വന്നു പോയി. അപ്പം അപ്പോൾ അതെ സുരേഷ് സായിബാബ 2 വാക്ക് ഇവർ നമ്മുടെ കാരണം നമ്മളിവിടെ വന്നു, നമുക്ക് വേണ്ടി നമുക്ക് മറക്കാൻ പറ്റാത്ത ആളുണ്ടാവും. കുര്യൻചേട്ടൻ, അത് നമ്മൾ കിടന്നത്, അദ്ദേഹം വീട് തുറന്നു തന്നു. ഇവിടെ നമുക്കുള്ള ഫുഡ് സുഭാഷ് ഇന്നലെ വൈകിട്ട് ഇവരെല്ലാം കുക്ക് ചെയ്ത് ഇന്ന് ഇപ്പം അപ്പം, പിന്നെ നമ്മുടെ നമ്മുടെ ബോവി അടിപൊളി ചിക്കൻ കറി, എല്ലാം രാവിലെ തൊട്ട് നമ്മളെ കൊണ്ട് നടത്തും. അതെ, ഒന്നും അറിയണമെന്നില്ല. അതാണ് ആലിസ് സ്പ്രിംഗ് മലയാളികൾ. അതാണ് ആലിസ് സ്പ്രിംഗ്. അതെ, അതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആലിസ് സ്പ്രിംഗിൽ 2-3 വീഡിയോ എടുത്തായിരുന്നു. ആൾക്കാർക്കൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ആൾക്കാർ ചേട്ടാ അവിടെ സേഫ് ആണോ? അപ്പോൾ എല്ലാം നല്ല മനോഹരമായിട്ട് നമ്മുടെ ബോബി പറഞ്ഞു തന്ന സംഭവം. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, എല്ലാവരും നല്ല വെൽക്കമിങ് ആണ് ആൾക്കാർ. ഈ മുമ്പേ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടർ പയ്യൻ നമ്മളെ കാണാൻ വന്നായിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. പിന്നെ ചെറിയ ചെറിയ പോക്കറ്റിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് എല്ലായിടത്തും ഉള്ളത് പോണക്ക് തന്നെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ 2 വാക്ക് മൈക്ക് ലൂക്കിൻ്റെ ഒക്കെ മറന്ന് ഒന്ന് പറഞ്ഞേ. നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ആലിസ് സ്പ്രിംഗ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു സ്നേഹം, ഒത്തൊരുമ ഒരിക്കലും മറക്കാനാകാത്ത അല്ലേ? ഇവിടെ ഫുഡാണേലും ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇത് ആലിസ് സ്പ്രിംഗിലെ മോഹൻലാല്, സ്റ്റീഫായി, പ്രിയപ്പെട്ട ബോച്ചെ, പ്രിയപ്പെട്ട കൂട്ടുകാര്, എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെ? ഇന്നലെ വന്ന എല്ലാവർക്കും നമുക്ക് ഫുഡ് തന്ന, നമ്മളെ കൊണ്ടു നടന്ന എല്ലാവർക്കും, ആലിസ് സ്പ്രിംഗിലെ എല്ലാ മലയാളികൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം അടുത്ത തുടർന്നുള്ള ഡാർവിൻ ട്രിപ്പിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.